വീഡിയോ എടുക്കാണ് കേട്ടോ. രണ്ടുപേർക്ക് പറഞ്ഞിട്ട് അത് കഴിക്കാം. എല്ലാം ഉപദേശിക്കാൻ ഉണ്ട്. ഒരു കാര്യത്തിലുമില്ല. അപ്പോ വായനാ പ്രസാദനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ ലൈബ്രറിക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വായന എന്നുള്ളത് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുനർജീവിപ്പിക്കേണ്ട ഇത്തരം വായനശാലകളും ഇത്തരം ചെറിയ ക്ലബുകളാണ്. അതെല്ലാവരും കയ്യും മെയ്യും മറന്ന് പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാഴ്ചയിലത്തെ വായനാ പ്രസാദനമുണ്ട്. ഇന്നു മുതൽ അതിന്റെ ഉദ്ഘാടനമാണ്. എല്ലാവരും അതിൽ പങ്കുചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. കൂടുതൽ പ്രോഗ്രാമിനെ കുറിച്ച് സെക്രട്ടറി നമ്മോട് പറയുന്നത്. ഇന്ന് നമ്മുടെ വായനാ പ്രസാദനം രാവിലെ കൊടി കെട്ടിക്കഴിഞ്ഞു. ഇനി 6 മണിക്ക് അക്ഷരജ്വാല അതെല്ലാവരും 6 മണിക്ക് കിടക്കണം. അത് 7 മണിക്ക് നമ്മുടെ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തണം പറയും. അത് ശരിക്കും അപ്പൊ എന്തെങ്കിലും പറയണ്ട. ജോബ് എവിടെ എത്ത പോനാ അവിടെ വീട്ടിൽ കിട്ടുന്ന വീഡിയോ എടുക്കാണ് കേട്ടോ. രണ്ടുപേർക്ക് പറഞ്ഞിട്ട് അത് കഴിക്കാം. എല്ലാം ഉപദേശിക്കാൻ ഉണ്ട്. ഒരു കാര്യത്തിലുമില്ല. അപ്പോ വായനാ പ്രസാദനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ ലൈബ്രറിക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വായന എന്നുള്ളത് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുനർജീവിപ്പിക്കേണ്ട ഇത്തരം വായനശാലകളും ഇത്തരം ചെറിയ ക്ലബുകളാണ്. അതെല്ലാവരും കയ്യും മെയ്യും മറന്ന് പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാഴ്ചയിലത്തെ വായനാ പ്രസാദനമുണ്ട്. ഇന്നു മുതൽ അതിന്റെ ഉദ്ഘാടനമാണ്. എല്ലാവരും അതിൽ പങ്കുചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. കൂടുതൽ പ്രോഗ്രാമിനെ കുറിച്ച് സെക്രട്ടറി നമ്മോട് പറയുന്നത്. ഇന്ന് നമ്മുടെ വായനാ പ്രസാദനം രാവിലെ കൊടി കെട്ടിക്കഴിഞ്ഞു. ഇനി 6 മണിക്ക് അക്ഷരജ്വാല അതെല്ലാവരും 6 മണിക്ക് കിടക്കണം. അത് 7 മണിക്ക് നമ്മുടെ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തണം പറയും. അത് ശരിക്കും അപ്പൊ എന്തെങ്കിലും പറയണ്ട. ജോബ് എവിടെ എത്ത പോനാ അവിടെ വീട്ടിൽ കിട്ടുന്ന